പൊളിക്കാനും പൊളിച്ച പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മൾ GTA 5 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗായ്സ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻട്രോ ഒന്നും ഇപ്പോൾ എവിടെ ഒന്ന് കേട്ട് ഓർമ്മയുണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഗെയിം തെറാപ്പിസ്റ്റ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഞാനൊരു ഫാൻ കൂടിയാണ്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നൊരു ഗൈസ് കാറ് ഫൈൻഡ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ കാറ് ഫൈൻഡ് ചെയ്യാൻ പോകണതിൻ്റെ മൂന്നാമത്തെ മെഷീനായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രാങ്കളിനൊക്കെ ഇപ്പോൾ കുളിച്ച് റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഉറങ്ങിയല്ലേ, നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം, ഔട്ട്ഫിറ്റ് എടുക്കാം. മേലെ ഒരു ലുക്കുള്ള വേണമല്ലോ, നമുക്ക് ഒരു ഡ്രസ്സ് ലുക്കുള്ള കാര്യം വേണം. ഇത് മതി. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് തന്നെ കാർ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് മൂന്നാം ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കാറ് ഫൈൻഡ് ചെയ്യാൻ പോണത് നല്ലൊരു വണ്ടി കിട്ടിയാൽ അതിന് സൂപ്പർ ഫോഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി കിട്ടിയാൽ മതിയെന്നു. അപ്പോൾ നമ്മളിന്ന് ഗായ്സ് പോണതൊരു വ്യത്യാസ രൂപത്തിലാണ്. കാരണം ഇന്ന് ഗായ്സ് നമ്മളിന്ന് എയർപോർട്ടിലേക്ക് പോയിങ്ങാണ്ട് അച്ഛോ നമ്മളൊരു വണ്ടി കാണില്ല ഗായ്സ് നമ്മളൊരു വണ്ടി കാണില്ല. നമ്മളൊരു റെഡ് വണ്ടി ഉണ്ടായിരുന്നല്ലേ ഗൈസ്, ഇവിടെ വെച്ചിന്ന് ഞാൻ അത് കാണാനില്ല. അയ്യോ ഇനിയിപ്പോൾ എന്താ കിട്ടുക ഗൈസ്? ഞാനിന്ന് വണ്ടി എന്താണ് മൂന്നാമത്തെ വണ്ടി ഇറങ്ങാണ്ട് പോകാൻ നിന്നപ്പോൾ ഗൈസ് നമ്മളൊരു വണ്ടി കാണാനില്ല, റെഡ്. ഇതാണ് നമ്മളെ ചാമ്പ്യൻ വണ്ടി. അയ്യോ എന്തെങ്കിലും ചെയ്യാം ഗൈസ്? നമുക്കിതാ എന്തെങ്കിലും പോലീസിനെ വിളിച്ചു നോക്കട്ടെ. പോലീസ് ഉണ്ടെങ്കിൽ ഹലോ പോലീസേ, എൻ്റെ ഒരു ചാമ്പ്യൻ വണ്ടി സൂപ്പർ സ്പോർട്സിലെ വണ്ടി മോഷണം പോയിക്കോണു, അങ്ങ് വരാവോ? അത് പേടിക്കണ്ട, ഞങ്ങൾ ഇതാ വരുന്നു. ഏത് വണ്ടിയാ പോയിക്കണു? ചാമ്പ്യൻ വണ്ടിയല്ലേ, ഞാൻ ഇതാ വരുന്നു. താങ്ക് യു പോലീസേ. താങ്ക് യു ഒന്നും വേണ്ട, ഇതൊക്കെ ഞങ്ങളെ ജോലിയല്ലേ. അപ്പം എന്തായാലും ഞങ്ങൾ ഫൈൻഡ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഗായ്സ് നമ്മളിതാ പോലീസിനോട് പറഞ്ഞേക്കണം നമ്മളെ വണ്ടി പോയിന്ന്. ഇപ്പോൾ പോലീസ് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഗായ്സ് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം. വണ്ടി പോട്ടെ. പോലീസ് ഇവിടെ വന്ന് ഒക്കെ ടെസ്റ്റ് ഒക്കെ നോക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും എന്ത് ചെയ്യണം ഗായ്സ്? എന്താണ് നമ്മളെ വണ്ടി അവിടെ നിന്ന് പോയി തപ്പണം. കാരണം നമ്മൾ പോലീസിനെ വിളിച്ചറിഞ്ഞേക്കണം നമ്മളെ വണ്ടി അവിടെ നിന്ന് പോയി തപ്പണം. കാരണം നമ്മളെ വണ്ടി മോഷണം പോയിക്കണം ഗായ്സ്. നമ്മളൊരു റെഡ് ചാമ്പ്യൻ വണ്ടി ഉണ്ടായിരുന്നു, മോഷണം പോയിക്കുന്നു. ഏറെ കള്ളനൊന്നൊരു കുടിയില്ല. അതിൽ നമുക്കൊരു സ്ഥലത്ത് പോയേക്കാം. എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വാർത്തയാണിത്. എനിക്ക് തോന്നുന്നത് നമ്മളെ ശത്രുക്കളെ ഈ ഒരു ഭാഗത്തല്ലേ. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കി നോക്കാം. ഇത് നമ്മളെ ഷോറൂം ഗാരേജാണ്, അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ഒന്ന്. നമുക്ക് ഈ ഭാഗത്ത് മൊത്തം തപ്പി വെക്കാം. ഹലോ ആരാക്കാരും ഗൈസ് നമ്മളെ വണ്ടി മോഷ്ടിച്ചു? അയ്യോ പെട്ടു. ഇതുവരെ അറിയാത്ത ഒരാളാക്കാരും ഗൈസ് നമ്മളെ വണ്ടി മോഷ്ടിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് മൊത്തം ശത്രുക്കളാണ്. എന്തായാലും നമുക്ക് വേഗം പോവാം. അയ്യോ എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ഗൈസ്. ചെറിയ സൗണ്ട് നമുക്ക് ചെയ്യണം. അയ്യോ എന്തായാലും ആരെങ്കിലും പോയി പിടിച്ചു ഗൈസ്. വേഗം പോവാം. അവിടെ ശത്രുക്കളുണ്ട്, ഞാൻ പയ്യൻ നോക്കാൻ കഴിയാം. നമുക്ക് ടൈമിൽ നമ്മളെ വണ്ടി പോയിക്കണം ഗൈസ്. കാര്യമായും ഗൈസ് എന്തായാലും മോഷ്ടിക്കാൻ കൊന്നിട്ടെങ്കിൽ വേണം. അതിൻ്റെ വണ്ടി മോഷ്ടിച്ചിട്ട് വരും. ഞാൻ അത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഗൈസ് ആകെ ശത്രുക്കളെ ഓരേ ഉള്ളൂ. കാരണം ഓരത്ത് പോയാൽ നമ്മൾ വിളിച്ചു പോലല്ലോ. ഓരോ ശത്രുക്കൾ തന്നെ അർത്ഥം. ഓരത്ത് കാണാനാണ് സാധ്യത കൂടുതൽ. മാറ്റി വണ്ടികളെ ഈ വണ്ടി മാറില്ലല്ലോ. ഈ വണ്ടി എന്താ ടാപ്പിലോ കേട്ടോ, നമുക്ക് പ്ലേസ് ഉണ്ടാവും. അയ്യോ കുഴപ്പമില്ല. നമ്മൾ ഗാരേജ് ഇവിടെ അപ്പോൾ കേട്ടല്ലേ ഞാൻ മാപ്പ് എവിടേക്ക് തെറ്റി. അയ്യോ ഇവിടെ എത്തിയ ഗൈസ്. ഇനി പേടിച്ചണ്ട, നമ്മളാരാണെങ്കിലും ഒന്നും കാട്ടൂല. മേത്തങ്ങനെ മാർക്കൊക്കെ പോവാ. അവിടെ ഒരു ഗ്യാങ് ഇരിക്കുന്നുണ്ട് ഗൈസ്. നോക്ക് ഇതാണ് വെറൈറ്റി കൂട്ടുകൂടിയുള്ള കുഴപ്പം. നമ്മളെ ഗാരേജ് ഇവിടെ ഉണ്ട്. നമുക്ക് തൽക്കാലം കഴിച്ച ഒരു കാര്യം ചെയ്യാം. നമുക്ക് രാത്രി എങ്ങാണ്ട് പിന്നെ പോയൊക്കെ ആരും നമ്മളെ വണ്ടി എടുത്തുനിന്ന് ഇവിടെ ഒരു ഒക്കെ പെരാളല്ലേ. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. പെയിന് ഞാൻ എന്തായാലും രാത്രിയാണ് വരെയും വെയിറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഗായ്സ് ഇപ്പോൾ അതാ രാത്രി ആയിക്കണം.
നമ്മളെന്തായാലും പുറത്തേക്ക് ഇറങ്ങിപ്പോൾ ആ ഫ്രാങ്കിൽ കുറേ നേരമായിരിക്കണം ഉറക്കം വന്നിക്കണോണ്ട് നമ്മൾ ഗാരേജ് ചെയ്താൽ ഈ ടൈമിന് ഗണ്ണ് ഒക്കെ സെറ്റാണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് പോവാം. നമ്മളെ വണ്ടി ഗാരേജ് ഒക്കെ സെറ്റ് ആയിക്കണം. ഇനിയാണ് നമ്മളെ മെയിൻ ഓപ്പറേഷൻ ഉള്ളത്. നമ്മൾ ഓരോ പേരും ചെക്ക് ചെയ്യാൻ പോവാണ്. നമുക്കിങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോകാം. ഒക്കെ ശത്രുക്കളാണ്. അപ്പോൾ നോക്കി പോകണം. ഒരു കണ്ട സീനാണ്. അവർക്ക് ഈ പോലീസ് അലർജിയാണ്. നമ്മൾ ഈ പോലീസിനെ കണ്ടവർ നമ്മളിപ്പോൾ തല്ലാൻ വരികയാണെങ്കിൽ പോലീസിനെ കണ്ടവർ ഒറ്റക്കും വിട്ടു. അങ്ങനത്തെ ഒരാൾക്കാരാണ്. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇവരിപ്പോൾ തല്ലുണ്ടാക്കും. പോലീസിനെ രണ്ടും കൊണ്ടാണ്. അപ്പം എന്തായാലും ഗായ്സ് നമുക്കിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. പോലീസ് ഉണ്ടല്ലോ, പോലീസ് ഒന്ന് പോട്ടെ. നമുക്ക് ആ പോലീസ് പോണവരൊന്ന് വെയിറ്റ് ചെയ്യാം ഗായ്സ്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. അവിടെ ഹെലികോപ്റ്റർ ഉണ്ട്, പോലീസ് അങ്ങനെ പോയിക്കണം. ഇവിടെ എന്തോ ഒരു തല്ലുണ്ടായിക്കണുണ്ട്. അവിടെ ഇപ്പോൾ പോലീസ് പോയിക്കണം. ഇപ്പം ഗ്യാങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ. കാരണം രാത്രിയാണ് ഓരോ ടൈം. ഗ്യാങ് ഉണ്ടില്ല ഇവിടെ. ഇവരെയാണ് പേടിക്കേണ്ടത്. കാരണം ഇവർ തല്ലുണ്ടാക്കാൻ വരും. നമുക്ക് മെല്ലെ മെല്ലെ പോയത്. ഇവിടെ തല്ലുണ്ടായിക്കണു. തല്ലുണ്ടാക്കിക്കാണ്ട് ഒരുത്തം വീണിക്കണു. ഇവിടെ പോലീസ് തപ്പുണ്ട്. ആരും ഒന്നും തപ്പുണ്ട് അവിടെ. എന്തായാലും ഗൈസ് നമുക്ക് പോകണം. ശത്രുക്കളെ ഏരിയയാണ് ഇത് മൊത്തം. ഇവിടെ ഇതുവറ്റം വന്നിക്കണു. ഞാനിവിടെ ഒരു വണ്ടി കാണാനില്ല ഗൈസ്. നമുക്ക് ഗൈസ് എവിടെയെങ്കിലും വണ്ടി കാണാണ്ട് ഇവിടെ. അതാ ഗൈസ് ഇവിടെ വണ്ടി അതവിടെ. ഗൈസ് ഇവിടെ വണ്ടി ഇതവിടെ. ചാമ്പ്യൻ എന്റെ മുത്തുമണിയെ, എന്റെ വണ്ടി ഇവര് മോഷ്ടിച്ച് കൊടുന്നിക്കല്ലേ. എന്റെ പുതിയ വണ്ടിയാണ്. എന്നിട്ട് നിങ്ങൾ മോഷ്ടിച്ച് കൊടുന്നിക്ക. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു ഗൈസ് ഇന്റെ വണ്ടി മോഷ്ടിക്കാനായിട്ടായില്ലേ. എന്താ ചിന്ന കാട്ടിക്കോ. ഇന്റെ വണ്ടിനെ വെടിവെക്കാനായി ഞാൻ ഇവിടെ രക്ഷപ്പെടും. കാരണം ഒരു ഇന്റെ വണ്ടിയാണ് മോഷ്ടിച്ചോണ്ടിരിക്കുന്നത്. അതിന് ഞാൻ വിട്ടെടുക്കും. അങ്ങനെ ഗൈസിനെ വണ്ടിയിട്ട് അയ്യോ പോലീസ്. അപ്പൊ ഗൈസ് എന്നാ ടാറ്റ ബൈ ബൈ. പോലീസിനെ എന്താണ് വിട്ടിട്ട് ഞാൻ വരാം. അപ്പൊ അങ്ങനെ ഗൈസ് പോലീസ് പോയി കിട്ടിക്കണു. ഓരോ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഗൈസ് ഏകദേശം 1.5 മണിക്കൂർ കുടിച്ചു. സ്റ്റാർ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ഥലത്തോട്ട് പോയി വിളിച്ചു. ഇതിപ്പോ പുറത്തേക്ക് ഇറങ്ങി കണ്ട് അങ്ങനെ നിങ്ങളെ വിളിച്ചത് സാരല്ല പോയിക്കോ. പൈസ നമ്മളോട് ഹെൽപ്പ് ചോദിച്ചല്ലേ. വണ്ടി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പിടിച്ചു കൊടുക്കാണ്. അവിടെ കള്ള അജി ഞങ്ങളെ ആൾക്കാരെ അടിച്ചാൽ വരില്ലേ. ഇനിയെങ്കിലും എന്റെ വണ്ടി എന്റെ ആൾക്കാരൊക്കെ ബാഗ് മോഷ്ടിച്ചാണ്ടല്ലോ. എന്റെ വണ്ടി മുടിച്ചിക്ക ഗൈസ്. ഞാൻ പോയിട്ട് ചൊല്ലി നോക്കുള്ളൂ. എന്റെ നല്ല വണ്ടിയാണ്. ഇവിടെ ഗൈസ് നമുക്ക് പൈസ ഇട്ടിക്കണം. കാരണം നമ്മൾ ഓനെ പഠിച്ചല്ലേ. ഇടിച്ചതിന്റെ എന്താണ് ഇതില് പൈസ നിൽക്കണം. $500 ഗൈസ്. നമുക്ക് ഒരിക്കനെ കൊടുക്കാൻ പോയിട്ട് വണ്ടിട്ട സന്തോഷത്തിൽ പിന്നെ ഞാൻ എന്തുവാണെങ്കിലും ഇപ്പം ചെയ്യും. കാരണം എൻ്റെ മുത്തോനായ വണ്ടിയാണ് എനിക്ക് കിട്ടിയേക്കണത്. എൻ്റെ അളിയ ഇങ്ങനത്തെ വണ്ടി ആരത്തെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എന്നാ അങ്ങനെ നമ്മൾ ബാഗ് എടുത്തു. ഇതെന്താ നമ്മളൊന്നും സേവ് ചെയ്യില്ല. തരി പറഞ്ഞല്ലേ ഗൈസ്, നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് പോവാം ഗൈസ്. അയ്യോ എൻ്റെ വണ്ടി കുടുങ്ങി ഇവിടെ. എന്നാലും കുഴപ്പമില്ല ഗൈസ്. ടർട്ടൽ അടിച്ചെടുത്തുങ്ങാണ്ടെങ്കിലും നേരാക്കും. ഇനി ഗൈസ് നോക്കുന്ന നമ്മളെ ഫ്രാങ്കിൻ്റെ ഹൗസിൽ പോവാം. അല്ലെങ്കിൽ ഗൈസ് നമുക്കൊന്നൊരു പണി ചെയ്യാം. നമ്മൾ ഈ ഒരു ഗാരേജ് കൊണ്ടുപോയി ഇട്ടാലോ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുപോയിടാം. അവിടെ ഒന്നും കൂടി രസമുള്ളൂ കാണാൻ. നമുക്കൊന്ന് അവിടെ കൊണ്ടുപോയിടാം. അവിടെ പോട്ടെ വണ്ടി പോട്ടെ. ഒരു വണ്ടി അലാക്കിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് തന്നെയാണ്. എൻ്റെ ഗൈസ് എന്താ സ്പീഡൊക്കെ. നമുക്ക് വേഗം പോവാം. അവിടെ വണ്ടി നിർത്തിങ്ങാണ്ട് നമുക്ക് പിന്നെ ഹാങ് ഓവർ ഇട്ട് ചെയ്യാം. ഞാൻ ഗൈസ് നിർത്താൻ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കറിയില്ല. വയ്യോ അടിച്ചു. ഇല്ല അടിച്ചില്ല. ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറായിട്ട് ആർക്കും ലക്കിനാണ് കിട്ടുന്നത്. ഈ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ്.
ടു ക്ലോസ്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് കാട്ടുമുക്ക് പോയി കണ്ടെടുത്തുന്ന വണ്ടിട്ട് അത് മോഷണം പോയി എന്ന് പറയുമ്പോ സങ്കടല്ലേ ഗൈസ്. നമ്മളെ വീട് പിന്നെ മേലായോണ്ട് ഇതും കൊണ്ട് കേറാടിച്ചു. ഞാൻ ഈ വണ്ടികളുണ്ടല്ലോ ഒക്കെ ഇന്നടിച്ച വരാണ് ഗൈസ്. ഇഷ്ടല്ലത് ചീട്ട അറിയാണ്ട് കുഴപ്പമില്ല. നിങ്ങളും വേണമെങ്കിൽ ടർട്ടിൽ അടിച്ചെടുത്താൽ മതി. ടാബിന്റെ മേലുള്ള കീമ് നിൽക്കുക, എന്നിട്ട് ടർട്ടലിന് അടിച്ചെടുത്താൽ മതി. അപ്പൊ ഒരു കുഴപ്പമില്ലാണ്ട് രാത്രി ആയോണ്ട് നല്ല എന്താണ് മോഷ്ടിക്കാനുള്ള ടൈമാണ് ഒരിക്കൽ. അപ്പൊ എന്ത് ചോദിച്ചിട്ട് ഒരു മോഷ്ടിച്ചുങ്ങാണ്ട് പോവാണ്. ഓരോ വിചാരം നമ്മളറിയില്ല എന്നാണ്. നമ്മക്കൊക്കെ എല്ലാവും അറിയാം. കാരണം ഒക്കെ അല്ലെങ്കിൽ ഓർമ്മ ഓരെയാണ്. കാരണം എന്താ പറയാ, ഓര് നമ്മളെ ശത്രുക്കളാണ്. ശത്രുക്കൾക്ക് ഇപ്പൊ എന്തുവാണെങ്കിലും പകരം കിട്ടാലോ. അപ്പൊ എന്ത് ചെയ്തു, ഓരിന്റെ വണ്ടിയുടെ എടുത്തോണ്ടേക്ക. എനിക്കെന്ത് സഹിച്ചത്, ഞാൻ ഓരെ പോയി തല്ലും. കാരണം എൻ്റെ സുന്ദരമായ വണ്ടി, എൻ്റെ സ്പോർട്സ് വണ്ടിയിൽ നിന്ന് ഒരു വണ്ടി ഞാൻ മോഷണം ആർക്കും കൊടുക്കില്ല. അയ്യോ നമ്മളെ ഇവിടെ എത്തി. സ്ഥലമില്ലല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും നിർത്തമേക്ക് നോക്കട്ടെ. പ്രൊഫഷണലല്ലേ. പാർക്കിങ്ങിന് എനിക്ക് ഈ പാർക്കിംഗ് ഒക്കെ എല്ലാ ഗെയിമിലും നല്ല ഇഷ്ടമാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടേ അങ്ങനെയൊക്കെ ഇറങ്ങും നമ്മളെ ഫ്രാങ്ക്ലി. സൂപ്പറായല്ലോ. അപ്പോൾ ഗായ്സ് ഇത്രയുള്ള വീഡിയോ. നമ്മളെ വണ്ടി മോഷ്ടിച്ച് നമ്മൾ എടുക്കാൻ പോയതാണ്. അത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ലേസൻസ് കാണാൻ എന്ത് രസമല്ലേ. ഇവിടെ നാട് നോക്കുമ്പോൾ എന്താ രസം, വലിയൊരു നഗരമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ബായ്. ഫ്രാങ്ക്ലിൻ ഒരു കുതിർക്ക് ബായ്.